നമുക്ക് നിധിയുടെ സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ നിധി സുധീഷും കൂടെ ഇൻ്റർവ്യൂവിന് പോയിട്ട് തിരികെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേനും സുധീഷിനോട് നിധി പറഞ്ഞു, ശരി എന്നാൽ ഞാൻ ഇറങ്ങുക, സുധീഷിന് ഓട്ടോ ഉണ്ടായി പോയിക്കോളാൻ പറഞ്ഞു. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, ആ സാരില്ല, എനിക്കിനിപ്പോൾ ഓട്ടോ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. മുമ്പൊരു ഓട്ടം വന്നാൽ പിന്നെ നിന്നെ വീട്ടിൽ കൊണ്ട് വരണ്ടോടെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു പറഞ്ഞു. അപ്പോഴേക്കും നിധി കുറച്ച് പൈസ എടുത്ത് നീട്ടുവാണ്. ഇതെന്താ? അല്ല വണ്ടിക്കൂലി വേണ്ടേന്ന് ചോദിച്ചു. വണ്ടിക്കൂലിയാ? പിന്നല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ എത്ര രൂപയായി കാണും? ഡീസൽ വെറുതെ കിട്ടത്തൊന്നുമില്ല, പൈസ കൊടുത്താലേ ഡീസൽ കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് വന്നതല്ലേ, അല്ലെങ്കിൽ ഞാനിവിടുന്ന് പോകുമ്പോൾ ഒരു ടാക്സി വിളിച്ചുകൊണ്ട് പോകണ്ടേ, ടാക്സിക്കാരന് പൈസ കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ അതുപോലെ തന്നെ സുധീഷ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷിൻ്റെ മനസ്സ് ഭയങ്കര ടെൻഷനായി. തന്നെ ഇവള് കണ്ടിരിക്കുന്നത് വെറും ഒരു ഡ്രൈവറായിട്ട് മാത്രമാണോ എന്നൊരു ചിന്ത. ആ സമയത്ത് നിധി ചോദിച്ചു, എന്താ സുധീഷ് ആലോചിക്കണേ? ഒന്നുമില്ല, എനിക്ക് പൈസയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പൈസയും കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞു. അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ കൊണ്ടുപോയി ചെയ്തല്ലേ, വെറുതെ ഓസിനാർക്കും ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഇതെന്താണ് നിധിക്ക് വേണ്ടിയിട്ടല്ലേ, എനിക്ക് പൈസ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് അവിടെ നിൽക്കുക. അപ്പോഴേക്കും നിധി ചോദിച്ചു, അല്ല സുധീഷിൻ്റെ ഓട്ടം ഇല്ലെന്ന് ചോദിച്ചു. ഓട്ടം ഒരെണ്ണം വന്നായിരുന്നു, പോയായിരുന്നു, ഇനിയിപ്പോൾ ഏതെങ്കിലും ഓട്ടം വന്നാൽ പോവാം. അല്ല ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, ഇനി പോയിക്കോളാൻ പറഞ്ഞു. പിന്നീട് നിധി അകത്തേക്ക് അങ്ങോട്ട് കയറി വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. നികേഷ് ആണെങ്കിൽ തൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ എടുത്ത് ഇങ്ങനെ അത്തിലേക്ക് തന്നെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച നിധിക്ക് ഭയങ്കര സങ്കടമായി. പിന്നീട് നിധി പോയി നികേഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്താടാ അത്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നിന്നോട് ഞങ്ങളൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഇനി എപ്പോഴും ഈ ഫോട്ടോ എടുത്ത് നോക്കി സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. നികേഷ് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹരീഷൊക്കെ വീട്ടിലേക്ക് വന്നു. പക്ഷേ എങ്കിൽ സുനന്ദയുടെ കല്യാണമായിരുന്നു. അപ്പോൾ കല്യാണത്തിന് തലേ ദിവസം ആയതുകൊണ്ട് അവിടെ പാട്ടും മേളോ അടിപൊളിയായിട്ട് ഭയങ്കര ഒച്ചത്തിലൊക്കെയാണ് പാട്ട് വെച്ചിരിക്കുന്നത്. ഹരീഷിനെ സഹിച്ചില്ല. ഹരീഷ് പറഞ്ഞു, ഇവർക്ക് കല്യാണം നടത്തണമെങ്കിൽ നടത്തിയാൽ പോലെ ഇത്ര സൗണ്ട് പാട്ട് വെക്കേണ്ട കാര്യമുണ്ടോ? മനഃപൂർവ്വം നമ്മളെയൊക്കെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, അവരെന്തേലും ചെയ്യട്ടെ, അവരുടെ മോളുടെ കല്യാണമല്ലേ. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, പാവം സുഭാഷേണ്ണ എന്താ നടത്തിയാൽ നല്ല വിഷമമുണ്ടെന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, അത് പിന്നെ വിഷമമില്ലാതിരിക്കുമോ? സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ കല്യാണമെന്ന് അറിയുമ്പോൾ ആർക്കാ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമല്ലേ. അതുകൊണ്ടാണ്. അല്ല ഇതുവരെയായിട്ട് സുഭാഷേട്ടൻ വന്നില്ലോ എന്ന് പറഞ്ഞു. അതാ ഞാനും ആലോചിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഹരീഷ് സുഭാഷിനെ വിളിക്കുകയാണ്. അപ്പോഴേ സുഭാഷ് പറഞ്ഞു, ഞാനിവിടെ എത്തി, ഇപ്പം തന്നെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ സുഭാഷ് അങ്ങോട്ട് വന്ന് ഇപ്പം തന്നെ നികേഷ് എന്നിട്ട് ചോദിച്ചു, എന്താ സുഭാഷേട്ടൻ എന്താ താമസിച്ചെന്ന് ചോദിച്ചു. എടാ അത് പിന്നെ ഉണ്ടല്ലോ, കുറച്ച് ജോലിയും കൂടെ ബാക്കിയുണ്ടായിരുന്നു, പിന്നെ എല്ലാവരും കൈ കഴിട്ടുക, ഞാൻ ബിരിയാണി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ബിരിയാണി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടോ? അതെന്ത് പറ്റിയെന്ന് സുധീഷ് ചോദിക്കുകയാണ്. അത് പിന്നെ വൈകുന്നേരം വന്നിട്ട് എനിക്കിനും ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു, നല്ല ക്ഷീണമുണ്ടാ, നല്ല തലവേദന എടുക്കുന്നുണ്ട്, അതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് കഴിച്ചിട്ട് കിടന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ പാത്രമൊക്കെ സുധീഷ് തന്നെ പോയി എടുത്തുകൊണ്ട് വരുവാണ്. അങ്ങനെ സുധീഷ് എടുത്തുകൊണ്ട് വെച്ചു. സുഭാഷ് ഇങ്ങനെ ആഹാരം വിളമ്പുകയാണ്. സുഭാഷിനാണെങ്കിൽ ഒന്നിനൊരു മൂഡിലായിരുന്നു. കാരണം അപ്പുറത്തും നല്ല പാട്ട് ഒച്ചത്തിൽ വരുന്നുണ്ട്. ആ പാട്ട് കേൾക്കുമ്പോഴത്തേനും വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ആരുടെ മുന്നിൽ എത്രയൊക്കെ അത് അറിയിക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടും സാധിക്കുന്നുണ്ടായിരുന്നില്ല. നിധിക്കും ഹരീഷിനും സുധീഷിനും ഒക്കെ ആ കാര്യം മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ ആഹാരം കഴിക്കാൻ എടുക്കുമ്പോൾ ഒരിത്തിരി മാത്രമാണ് സുഭാഷ് എടുക്കുന്നത്. കഴിക്കാൻ 2 വാ പോലും ഇല്ല, അത്രയ്ക്ക് മാത്രം എടുത്തുള്ളൂ കഴിച്ചെന്ന് വരുത്താൻ വേണ്ടിയിട്ട്. നിധി ചോദിച്ചു, ഇതെന്താ സുഭാഷേട്ടൻ കഴിക്കാൻ എടുക്കാത്തെന്ന് ചോദിച്ചു. എനിക്കിത് മതി മോളേന്ന് പറഞ്ഞു. അങ്ങനെ ശരിയാന്നേ, അതെനിക്ക് നല്ല തലവേദന ഉണ്ട്, അതുകൊണ്ടാണ് കഴിക്കാൻ തോന്നാത്തതുകൊണ്ടാണ്. പിന്നീട് സുഭാഷ് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പോയി. ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പുറത്ത് മുറി പോയി കിടക്കുവാണ്. നിധി പറഞ്ഞ്, കണ്ടില്ലേ സുഭാഷേട്ടന് നല്ല വിഷമമുണ്ട്, പാവം, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, പക്ഷേ ഇപ്പം എത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് ചോദിച്ചു. മാറ്റങ്ങളൊക്കെ. അത് ശരിയാ, ഇനിയിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ സുഭാഷേട്ടനോട്? ഹരീഷ് പറഞ്ഞു, എന്ത് പറയാനായിട്ട്, അവളാ സുനന്ദ, അവൾ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നത്. അന്ന് ക്ഷേത്രത്തിലേക്ക് അവളോട് വരാൻ പറഞ്ഞല്ലേ, അവളൊന്ന് വരുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. പാവ സുഭാഷേട്ടന് എത്ര സമയം എന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ പോയി വെയിറ്റ് ചെയ്ത് നിന്നേ, അങ്ങനെയായിരുന്നെങ്കിൽ അന്ന് കല്യാണം നടന്നു പോയനും. ഇത് കേട്ടപ്പോൾ നിധി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒരു പക്ഷേ സുനന്ദയുടെ അവിടുത്തെ അവസ്ഥ അതായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ എന്തവസ്ഥ, ഒരവസ്ഥയില്ല, അവൾക്ക് വരാൻ പറ്റില്ല, അത്ര തന്നെ. പക്ഷേ നിധി പറഞ്ഞാൽ ശരി, സുനിതയാണെ കരഞ്ഞ് മുറിക്കകത്ത് തന്നെ കയറിയിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ലളിത പറഞ്ഞു, നീ ഇതിവിടെ എന്തെടുക്കുവാടിന്ന് ചോദിച്ചു. അമ്മ ഞാൻ ഇടി ബന്ധുക്കാരൊക്കെ വന്നിട്ടുണ്ട്, നാളെ കല്യാണമെന്നറിയാലോ, നീ ഇവിടെ ചതഞ്ഞെന്നും പറഞ്ഞ് ഇവിടെ കയറി കൂടി ഇരുന്നു, വരയ്ക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു. സുനിത പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു.
പിന്നെ കൂടുതൽ ലളിത നിർബന്ധിക്കാൻ പോയില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ ലളിത കുറച്ച് ആഹാരം കൊണ്ട് അങ്ങോട്ട് വെച്ചു കൊടുത്തു. ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞു. പക്ഷേ അവൾ കഴിച്ചില്ല. അവളെനിക്ക് വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയാണ് സുനന്ദ. വേണ്ടെങ്കിൽ വേണ്ട, രാവിലെ 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഒരുക്കാനായിട്ടുള്ള ആൾ വരും. മര്യാദയ്ക്ക് ഒരുങ്ങി ഇവിടെ ഇരുന്നോണം, അറിയാലോ. നീ പിന്നെ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? നീ കരഞ്ഞു കാണിച്ച ഉടനെ നീ പറയുന്നതൊക്കെ ഞങ്ങൾ അങ്ങ് അനുസരിച്ച് തരുമെന്നോ? ഒരിക്കലുമില്ല. ആഹാരം കഴിച്ചിട്ടിരിക്കാൻ നോക്കാൻ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയി. സുനന്ദയ്ക്ക് ഭയങ്കര വിഷമമായി. സുനന്ദയുടെ മനസ്സിലാക്കിയ സുഭാഷിൻ്റെ മുഖം ഓർമ്മ വന്നു. പാവം സുഭാഷേണ് ഒരുപക്ഷെ അന്ന് താൻ അവിടെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുമായിരുന്നെങ്കിൽ തൻ്റെ സുഭാഷേൻ്റെ വിവാഹം നടന്നേരം. ഇപ്പം ഇതൊന്നുമില്ലാത്തൊരവസ്ഥയായി പോയല്ലോ. എന്ത് ചെയ്യണം? ഇന്നൊരു രാത്രിയും കൂടെ കഴിഞ്ഞാൽ നാളെ തന്നെ വിവാഹമാണ്. എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഒടുവിൽ സുനന്ദ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ആ സമയത്ത് വല്ലാത്ത ടെൻഷനാണ് സുഭാഷ് പോയി കിടക്കുന്നുള്ള കാര്യം നിധിക്ക് മനസ്സിലായി. നിധി നികേഷിനെ, ഹരീഷിനെ, സുധീഷിനെയൊക്കെ വിളിക്കുകയാണ്. അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നിധിയുള്ള കാര്യം പറയാണ്. സുഭാഷേട്ടൻ നമ്മുടെയൊക്കെ മുന്നിൽ നന്നായിട്ട് അഭിനയിക്കുന്ന. സുഭാഷേട്ടൻ നല്ല വിഷമമുണ്ട്. സുഭാഷേട്ടൻ പുറമെ കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഹരീഷ് പറഞ്ഞു, ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കില്ലായിരുന്നു വെച്ചു. അത് ശരിയാ, പക്ഷേ എന്ത് ചെയ്യാനെന്ന് പറ. ഇങ്ങനെ ഇതായതായിപ്പോയില്ലേ, സിറ്റുവേഷൻ ആയിപ്പോയില്ലേ. അവർ ബന്ധുക്കാരും കൂടി ആയിപ്പോയി. അല്ലായിരുന്നെങ്കിലോ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. സ്വന്തം ചോര തന്നെയല്ലേ പണി തരുന്നേ എന്നൊക്കെ ഇങ്ങനെ ഹരീഷും പറയാണ്. നിധി പറഞ്ഞു, പോട്ടെ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അവൾക്ക് സുഭാഷേനെ കിട്ടാനായിട്ട് ഭാഗ്യം ഉണ്ടായിരുന്നില്ല, അത്രയൊന്നും മാത്രം നമ്മൾ കരുതിയാൽ മതിയെന്ന് പറഞ്ഞു. ആ സമയം സുഭാഷ് മുറിയിൽ പോയി ഇങ്ങനെ ആലോചിക്കുകയാണ്. സുനന്ദ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് പലപ്പോഴും വരുമ്പോൾ അടുക്കള വെച്ച് തന്നോട് കാണിക്കുന്ന സ്നേഹമൊക്കെ താൻ തിരിച്ച് അത്രയൊന്നും കാണിക്കാറില്ലെങ്കിൽ തൻ്റെ മനസ്സിൽ അവളൊരു ഇഷ്ടം ഉണ്ടായിരുന്നുള്ള കാര്യം സുഭാഷിനറിയാം. അവളുടെ കല്യാണം കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സഹിച്ചില്ല. പിന്നെ അത് മാത്രമല്ല, അവൾ തൻ്റെ അടുത്തുനിന്ന് താൻ വെച്ചുണ്ടാക്കുന്ന ആഹാരമൊക്കെ ഭയങ്കര രുചിയോടെ കഴിക്കുന്നതും വർത്താനം പറയുന്നതൊക്കെ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ വല്ലാത്ത ടെൻഷനായിരുന്നു സുഭാഷിന്. അതൊക്കെ ഓർത്ത് സുഭാഷ് ഇങ്ങനെ കിടക്കണം. ഉറങ്ങാനെന്നും പറഞ്ഞ് മുറിയിലേക്ക് പോയെങ്കിലും നല്ല തലവേദന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സുഭാഷിനൊന്ന് കണ്ണടയ്ക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ണടച്ചെന്നിട്ടുണ്ടെങ്കിൽ നിധിയുടെ കണ്ണടച്ച് സുനന്ദയുടെ മുഖമാണ് സുഭാഷിൻ്റെ മനസ്സ് വരുന്നത്. അങ്ങനെ കുറച്ച് സമയം അങ്ങോട്ട് കഴിഞ്ഞുപോയി. സംസാരിച്ചിരുന്നതിന് ശേഷം നിധി പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യാം, ഇനി പോയി കിടക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ കഥ അടച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അടുക്കള കഥ അടയ്ക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. അടയ്ക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആ കാഴ്ച കിടന്നത്. അവിടെ ആരോ ഒരാൾ നിൽക്കുന്നു. ഒരു നിമിഷം നിധി പേടിച്ചു പോയി. നിധി ഓർത്തത് ആരായിരിക്കും ഓർത്ത്. ആരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വെട്ടത്തേക്ക് മാറി നിൽക്കുന്നത് സുനന്ദയായിരുന്നു. സുനന്ദയെ കണ്ടു കഴിഞ്ഞപ്പോൾ നിധി ചോദിച്ചു, എന്താ സുനന്ദ? സുനന്ദ എന്താ ഇവിടെ നിൽക്കുന്നത്? ഇതെന്താ എങ്ങൾക്ക് ചോദിക്കണം. അപ്പോഴേക്കും സുനന്ദ നിധിയെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. ചേച്ചിയെന്ന് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അതെ, എനിക്കവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു. എനിക്ക് സുഭാഷേനെ ഒന്ന് കാണണം, കണ്ട് സംസാരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്നൊക്കെ പറഞ്ഞു. നിധി പറഞ്ഞു, അത് പിന്നെ സുനന്ദ ഒന്നും പറയണ്ട, ചേച്ചീനെ സഹായിച്ചാൽ മതിയാവളെന്ന് പറഞ്ഞു. ഒടുവിൽ നിധി സുനന്ദയെ വിളിച്ചുകൊണ്ട് ഹാളിലേക്ക് എളുപ്പത്തിനും അവരെല്ലാവരും ഉണ്ടായിരുന്നു, സുഭാഷ് ഒഴികെ ഭാസ്കരനും ഒഴിച്ച് ബാക്കി എല്ലാവരും. അപ്പോഴേക്കും സുനന്ദയോട് ഹരീഷ് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ്. എൻ്റെ ചേട്ടനെ നീ മാനസികമായിട്ട് തകർത്തിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കാൻ നിനക്കൊന്നും നാണമില്ലെന്നൊക്കെ ചോദിച്ചു. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലേക്ക് വന്നതാ നിൻ്റെ സുഭാഷേട്ടൻ കല്യാണം നടത്താനായിട്ട്. എന്നിട്ട് എന്തായി ഒടുവിൽ? നീ കാല് വാരില്ലെന്നൊക്കെ ചോദിച്ചു. സുധീഷും ദേഷ്യപ്പെടുവാണ്, അതുപോലെ തന്നെ നികേഷും. നിധി പറഞ്ഞൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നാളെ അവളുടെ കല്യാണമാണ്. കല്യാണമായിട്ട് അവൾ ഇന്ന് ഇറങ്ങി വരണമെങ്കിൽ അതിന് തക്കതായ കാരണം കാണും. നിങ്ങളെല്ലാവരും കൂടെ അവളെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അവിടെ സുനന്ദ പറഞ്ഞു, എനിക്ക് നാളെ കല്യാണം വേണ്ട, എനിക്ക് ആ കല്യാണം വേണ്ട, വീട്ടുകാർ ഉറപ്പിക്കുന്നത്, എനിക്ക് അതിനൊട്ടും താല്പര്യമില്ല, എനിക്ക് സുഭാഷേണ്ണ മതി, സുഭാഷേണ്ണ മാത്രം മതി എന്നൊക്കെ പറയണം. അത് കേട്ടപ്പം നികേഷ് പറഞ്ഞു, ഇനി മിക്കവാറും അടുത്ത നാടകമായിരിക്കും ഇത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വന്നിട്ട് സുഭാഷേട്ട് വീണ്ടും പണി കൊടുക്കാമല്ലേന്ന് ചോദിച്ചു. അയ്യോ ഒരിക്കലും അല്ല, ഞാൻ അങ്ങനെയും ചെയ്യത്തില്ല, എനിക്ക് ഇവിടുന്ന് പോകണ്ടെന്ന് പറഞ്ഞു. സുനന്ദയുടെ ഒച്ചപ്പാട് കേട്ട് കഴിഞ്ഞാൽ ഭാസ്കരൻ അങ്ങോട്ടേക്ക് വരുവാണ്. ഇവിടെ എന്താ അവിടെ കാണിക്കണമെന്ന് എനിക്കറിയണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് വരുവാണ്. പിന്നീട് സുനന്ദയോട് പറഞ്ഞു, സത്യം പറയടി, നീ ആര് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ? നിൻ്റെ പിന്നെ വല്ല പോലീസോ മറ്റോ വരുന്നുണ്ടോ? ഇന്നാളത്തെ പോലെ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ ലോക്കപ്പിൽ കൊണ്ടിടാനായിട്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ട് പറഞ്ഞേക്കണം എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ ദേഷ്യപ്പെട്ടു. സുനന്ദ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല അമ്മാവ, എനിക്ക് സുഭാഷേനെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വന്നത്. എനിക്ക് ആ കല്യാണം ഇഷ്ടമില്ല, വീട്ടുകാരെ ഉറപ്പിക്കുന്ന കല്യാണം ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നിധി പറഞ്ഞ് സമാധാനമായിട്ടിരിക്കുക സുനന്ദ, കരയല്ലേ,
നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.